ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമാളോസിന്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. മൈ യൂട്യൂബ് ജേർണി. യൂട്യൂബിൽ വന്നാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് കുറേ പേരുടെ സംശയങ്ങളും ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അല്ലേ. സിന്ധുമ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുന്നു. സിന്ധുമ ദേ പെട്ടെന്ന് അത് ചെയ്തു, ഇത് ചെയ്തു. ഇതെല്ലാം യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടുന്നതുകൊണ്ടല്ലേ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നേ എന്നൊക്കെ കുറേ ഇതുണ്ട്. അതുപോലെ തന്നെ നേരത്തെയൊക്കെ ഒരിടയ്ക്ക് ഞാൻ യൂട്യൂബിൻ്റെ ഫോൺ ഓഫ് ആക്കി പോലും വെച്ചിട്ടുണ്ട്. സിന്ധുമേ ഞങ്ങൾക്ക് ഒരു 5000 അയച്ചു തരാമോ, ഒരു 2000 അയച്ചു തരാമോ, അങ്ങനെ ഒരു 20,000 വരെ ചോദിച്ച ആൾക്കാരുണ്ട്. നമുക്ക് നമ്മളെങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. യൂട്യൂബ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അടിപൊളി ഒരു പ്ലാറ്റ്ഫോമാണ്. നല്ല രീതിയിൽ അത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. നല്ല പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, നല്ല അടിപൊളിയാണ്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങളെപ്പോൾ ഇപ്പം എൻ്റെ ഫ്രണ്ട് നിങ്ങളെല്ലാവരും ഇരിപ്പോടെന്നുള്ള ഒരു വിചാരത്തോടെ ഞാൻ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെ നിങ്ങൾക്ക് എന്നാ പറയുന്നത് ഓരോ കാര്യങ്ങളും മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയും ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അതും ഒരു പരിധി വരെ എനിക്ക് ഹെൽപ്പായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. യൂട്യൂബ് ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വന്നാൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഒത്തിരി പേരുടെ സംശയമാണ് കേട്ടോ. ഒത്തിരി യൂട്യൂബേഴ്സ് കുഞ്ഞി എന്നാ പറഞ്ഞാൽ 1 വർഷമായിട്ടും 2 വർഷമായിട്ടും 3 വർഷമായിട്ടും ഒക്കെ 300 പേര് 600 പേര് 1000 പേരാകാത്ത 1000 സബ്സ്ക്രൈബേഴ്സ് ആകാത്ത ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞങ്ങൾ ഇത്രയും ശ്രമിച്ച് നോക്കിയിട്ട് പറ്റുന്നില്ല, ഞങ്ങളെ ഒന്ന് പിൻ ചെയ്യാവോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഇടുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കുറച്ച് പേർക്കൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ സത്യം പറയാലോ, എനിക്ക് യൂട്യൂബിനെ സംബന്ധിച്ച് ഒരു കാര്യം അറിയാൻ വേലത് തന്നെ വേണം പറയാനായിട്ട്. സത്യം പറയണമല്ലോ നമ്മൾ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശരിക്കും ഒത്തിരി വേദനയും വിഷമവും കഷ്ടതയും ദുരിതവും ദുഃഖവും ഒക്കെ അനുഭവിച്ച ഒരു സ്ത്രീയാണ്. അത് എൻ്റെ തലവിധിയെന്നേ ഞാൻ പറയുന്നുള്ളൂ. വേറെ ആരെയും മോശപ്പെടുത്തിയോ കുറ്റപ്പെടുത്തിയോ ഒന്നും പറയുന്നില്ല. എൻ്റെ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ ഞാൻ അനുഭവിക്കാത്തതിൻ്റെ അപ്പുറം അനുഭവിച്ചു വന്നൊരു സ്ത്രീയാണ്. പക്ഷെ അതെല്ലാം ഞാൻ തരണം ചെയ്തു. ദൈവം എനിക്കത് തരണം ചെയ്യാനായിട്ടുള്ളൊരു ശക്തി തന്നു. അതിന് പിന്നിൽ 2 പൂമ്പാറ്റ കുഞ്ഞുങ്ങളായിരുന്നു. എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ഇത് തോന്നാൻ കാരണവും നല്ല രീതി അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ തോന്നിയതിന് കാരണം അതുങ്ങളുടെ മോഹമായിരുന്നു. പക്ഷെ അതൊന്നും അല്ലാണ്ട് ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് ഒന്നും അല്ല വേദന. ഇതാണ് വേദന എന്നുള്ള രീതിയിൽ ഞാനൊരു ഏറ്റവും മോശം ടൈമിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കാരണം പുറത്തിറങ്ങിയ കല്ലെറിഞ്ഞ് കൊല്ലും ആ രീതിയിൽ നിന്ന ഒരു ടൈമിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ സത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും, എങ്കിലും ആദ്യം വന്നവർക്കൊക്കെ അറിയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. എങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് തുടങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ചുമ്മാ ഇങ്ങനെ ഒരു മോഹമൊക്കെ തോന്നി. പക്ഷേ എന്നെ പറിച്ചിരുന്നാലും റോണി എന്ന് പറഞ്ഞ ഒരു മോനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ അവനൊരു ചാനലുള്ള ഒരു കുഞ്ഞാണ്. അവനോട് സംസാരിക്കുകയും ചാലക്കുടിക്കാരനാണ്, മാളക്കാരനാണ്, അമ്മൂൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞാണ്. ഇപ്പം അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഇപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയത്തില്ല. അപ്പം റോണി മോനാണ്, റോണി റിനു ആണ് എനിക്കിങ്ങനെ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇത് എന്നെ പ്രേരിപ്പിച്ചത് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിന് ഞാൻ എത്ര കണ്ട് യൂട്യൂബിൽ വളർന്നാലും എത്ര കണ്ട് ഞാൻ അതിൽ നിന്നുള്ള ഒരു വരുമാനം കൊണ്ട് ഉയർന്നാലും ഞാൻ ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കുന്നത് റോണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ആ ഒരു മോനാണ് സിന്ധുമ ഇത് തുടങ്ങി നോക്ക്, സിന്ധുമയ്ക്ക് കിട്ടും. സിന്ധുമയ്ക്ക് മാസം ഒരു 10,000 രൂപ കിട്ടുന്ന ഒരു ഇതായത്. സിന്ധുമ ഇനി പുറത്തൊന്നും പണിക്ക് പോകണ്ട. അപ്പം അവൻ എൻ്റെ ചെന്ന് കണ്ടപ്പോൾ നടുവേദനയും കാര്യങ്ങളും വയ്യാഴികയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുകയും കൂടെ ചെയ്തപ്പോഴത്തേനും 2-3 ദിവസത്തെ പരിചയവും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും അമ്മൂൻ്റെ അവിടെ പോയി നിന്ന് 2-3 ദിവസം അവൻ എന്നെ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും റിനു ആണേലും റോണി ആണേലും അവർ ഭാര്യയും ഭർത്താവുമാണ് കേട്ടോ. അവർ 2 പേരും തുടങ്ങ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ ചുമ്മാ എന്നാൽ നമുക്കൊന്ന് നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ്. റോണിയാണ് തുടങ്ങി തന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സിന്ധുമേ തുടങ്ങി ഇങ്ങനെ ചാനലിലൊക്കെ എന്നാ പേരിടുന്നത്? അപ്പോഴാണ് ചുമ്മാ അവൻ തന്നെ ഇട്ടതാണ് സിന്ധു അമ്മ വ്ളോഗ്സ്. അതാ ഞാൻ പറഞ്ഞ യൂട്യൂബിൽ എന്തൊരു ക്രെഡിറ്റ് ഉണ്ടായാലും അത് റോണിക്ക് ഉള്ളതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്ക് ABCD പോലും അറിയത്തില്ലായിരുന്നു. ഫുൾ എത്ര അക്ഷരം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ലായിരുന്നു. അതിൽ നിന്ന് എന്നെ ദൈവം ഇവിടെ വരെ കൊണ്ടെത്തിച്ചതിൻ്റെ മെയിൻ ആളാണ് നമ്മുടെ ടേസ്റ്റായിട്ട് ഇരിക്കുന്ന അമ്മമാതാവ് കേട്ടോ. അപ്പം റോണിയോട് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങാൻ സിന്ധുമ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി.
തുടങ്ങി പിറ്റേ ദിവസം ഞാനിങ്ങ് പോന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്ര മണിക്കൂർ ഇത്ര വാച്ച് അവറോ അങ്ങനെ എന്നാണ്ടൊക്കെ വേണം. അന്നേരം അത് പാൻ കാർഡോ ബാങ്കിൻ്റെ ഡീറ്റെയിൽസോ എന്നാണ്ടൊക്കെ ഒരു പോറൽ പോലും ഇല്ലാതെ അയക്കുകയോ ഒക്കെ ചെയ്യണം യൂട്യൂബിലോട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 1000 പേരാകണേ എത്ര നാൾ കഴിയണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് 2-3 ദിവസം കൊണ്ട് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റി. അവൻ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എത്താൻ പറ്റി പെട്ടെന്ന് തന്നെ. കാരണം ഞാൻ അത്രയും എന്നെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. കാരണം പബ്ലിക്കിലിട്ട് എന്നെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു ആ ടൈമിലാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും തുടങ്ങി. പിന്നെ വന്നതിൻ്റെ 3 പൊക്കം വീണ്ടും എനിക്ക് തൃശ്ശൂർക്ക് പോകേണ്ടി വന്നു. കാരണം ഈ സാധനങ്ങളൊക്കെ അയക്കാനും ഇറക്കാനും അതിൻ്റെ ഒരു കാര്യം എനിക്കറിയത്തില്ല. വീണ്ടും ഞാൻ ചെന്നു. അങ്ങനെ റോണീനെ അടുത്ത് ചെന്നു. വിഷ്ണു അമ്മുവാണ് കൊണ്ടുപോയത്. പക്ഷേ വിഷ്ണുവിനെ അമ്മുവിനെ ഞാനല്ലാതെ യൂട്യൂബിൻ്റെതായിട്ടുള്ള ഒരു കാര്യവും ശല്യം ചെയ്തിട്ടില്ല. ഇങ്ങനെ റോണിയുടെ അടുത്ത് വരെ കൊണ്ടുപോയി. അങ്ങനെ റീനുവിൻ്റെയും റോണിയുടെയും വീടുകളിൽ പോകാൻ പറ്റി. അവിടുത്തെ അച്ഛനമ്മമാരെ കാണാൻ പറ്റി. എൻ്റെ ദൈവം ഇപ്പം ഓർക്കാണ് കേട്ടോ. ഈ സമയത്ത് റീനുവിൻ്റെ പപ്പ ചെന്നപ്പോൾ ഉടനെ തന്നെ ഉണക്കച്ചിമ്മീനും സാധനങ്ങളും ഒക്കെ മേടിച്ച് തന്ന്. പക്ഷെ ആ പപ്പ ഇപ്പം മരിച്ചുപോയി, ഈ ലോകത്തില്ല. എൻ്റെ ദൈവമേ, പെട്ടെന്ന് ഭയങ്കര സ്നേഹത്തോടെയുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2 ഫാമിലി ചെന്നിട്ടും അതുകൊണ്ട് തന്നെയായിരുന്നു. റോണിയുടെ വീട്ടിൽ ചെന്നിട്ടാണേലും ആ ഡാഡിയും മമ്മി ഇന്ന് പോണ്ട ഇവിടെ നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവം ഒന്നും പറയണ്ട. ഭയങ്കര സ്നേഹമുള്ള തൃശ്ശൂരുകാര് ചാലക്കുടിക്കാർ ഇത്രയും സ്നേഹത്തോടെ ഇടപെടുന്നത് എനിക്ക് ശരിക്കും ഹൃദയത്തിൽ ടച്ച് ചെയ്ത 2 വീട്ടുകാരാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ ചാനലൊക്കെ അവൻ റെഡിയാക്കി തന്നു. ഞാനിങ്ങ് പോന്നു. പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനും പരിപാടിയൊന്നും എനിക്കറിയത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ എന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ കണ്ണന്, അതുകൊണ്ടൊക്കെ തന്നെ കൃഷ്ണമോള്, ദിവ്യ, മുംബൈ വല്ലൂസ് ദിവ്യ, അങ്ങനെ കുറച്ച് പിള്ളേരോട് ചോദിച്ച് പേര് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ കുറേ കുഞ്ഞുങ്ങളുടെയൊക്കെ. അങ്ങനെ ചോദിച്ചു അനശ്വരമോള് അങ്ങനെ ചോദിച്ച് ഞാൻ ഏകദേശം ഒരു രൂപം പിടിച്ചെടുത്തു. പക്ഷെ എന്നാലും ഒരു 10-15 ദിവസം എനിക്ക് കണ്ണൻ സ്കൂൾ വിട്ട് വന്ന് വീട്ടിൽ വന്നിട്ട് ഇറങ്ങി വന്ന് കാണിച്ചു തന്നൊക്കെയാണ് ഇതെന്നെ ഇതിൻ്റെ എന്ത് കാര്യത്തിനാണല്ലോ ഒരു ആമുഖം ഉണ്ടല്ലോ, അങ്ങനെ ഒന്ന് മനസ്സിലാക്കി തന്നത് കേട്ടോ. എന്തായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടായി. അത് കഴിഞ്ഞു ഞാൻ തന്നെ ഒരു പ്രാവശ്യം ചെയ്തപ്പോഴത്തേനും എന്തോ കാണിച്ച് വീഡിയോ ഇല്ലാണ്ടായിപ്പോയി. ഞാൻ പാത്രം കഴിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അപ്ലോഡ് ആക്കി കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോൾ വീഡിയോ ഇല്ല. അപ്പോൾ ചങ്കിനകത്ത് വിഷമമായി. എൻ്റെ ചെയ്യും ഞാൻ ആ പാത്രം കഴുകുന്നോടത്ത് നിന്ന് കരഞ്ഞു പറഞ്ഞു, മാമ മാതാവേ എനിക്കിനി അത് എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാനെന്നിട്ട് എല്ലാം ഈ കൃഷ്ണമൊക്കെ അവർക്കൊക്കെ അയച്ചു കൊടുത്തു. ഇതുകൊണ്ടോ വെച്ചാൽ അവിടെ വന്നിട്ടില്ല, ഇവിടെ വൈറ്റ് സ്റ്റുഡിയോക്കകത്ത് വന്നിട്ടില്ല എന്നൊക്കെ പറയാം. എങ്ങനെയാണേലും ഒരു ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ ആ വീഡിയോ എൻ്റെ ഫോണിൽ വന്നു. അത് എന്നെ അത്ഭുതമാണെന്നൊന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെയൊക്കെ ഞാൻ മാതാവിലോട്ട് കൂടുതൽ അടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടെ ആയിട്ടുണ്ട് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്, സിന്ധുമ ബ്ലോഗ്സ് എന്ന് പറയുന്നത് ഈ ചാനൽ കാരണം ഒരു പരിധി വരെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തുടങ്ങി ലക്ഷങ്ങൾ കൊയ്യാമോ അല്ല ലക്ഷങ്ങൾ കിട്ടുമോ കോടികൾ കിട്ടുമോ? കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം സെലിബ്രിറ്റികൾ കാശ് മുടക്കിയുള്ള കാര്യങ്ങൾ ഒത്തിരിയും പൈസ മുടക്കി ചെയ്യുന്നവർ, പിന്നെ ഒത്തിരി പുറം കാഴ്ചകൾ, നല്ല നല്ല കാഴ്ചകൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ക്യാഷ് മുടക്കി കണ്ടമാനം ഇത് ചെയ്യുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ കാശ് തിരിച്ചും കൊയ്യാം, യാതൊരു സംശയവും വേണ്ട. പക്ഷെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഈ കഞ്ഞിയും പയറുവാന്നതൊക്കെ അല്ലേ. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ഫ്ലൈറ്റിന് കയറിയൊക്കെ എൻ്റെ ഒരു മോള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇൻഡോറ മുംബൈയൊക്കെ. ആ ഒരു മാസം എനിക്ക് നല്ല ഒരു എമൗണ്ട്, അതായത് 50,000 രൂപ വരെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നമുക്ക് 7,500 10,000-ന് താഴോട്ടൊക്കെ ആയി. അല്ല ഞാൻ പറയണേ, നമുക്ക് കിട്ടിയത് നമ്മൾ കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ 20,000 25,000 30,000 അങ്ങനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആ കിട്ടിയ പൈസ വെച്ച് സേവ് ചെയ്ത് എനിക്ക് ഓരോ സാധനങ്ങൾ നിസ്സാരം TV, ഗ്യാസ് സ്റ്റവ് അമ്മ മേടിച്ചെന്നാ, അങ്ങനെ ഓരോ സാധനങ്ങളും എനിക്ക് വീട്ടിൽ മേടിക്കാൻ പറ്റി, കുഴൽക്കിണർ അടിക്കാൻ പറ്റി, നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കാൻ പറ്റി, അങ്ങനെ ഒത്തിരി നേട്ടങ്ങൾ ഒക്കെ എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റി കേട്ടോ യൂട്യൂബിൽ നിന്ന്. അതുപോലെ തന്നെ കോടികൾ കൊടുത്താലും, ലക്ഷങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, കോടികൾ കൊടുത്താലും കിട്ടത്തില്ലാത്ത അത്രയും സ്നേഹനിധികളായ ആൾക്കാരെ എനിക്ക് കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയ യൂട്യൂബിൽ നിന്ന് എനിക്ക് എന്നാന്ന് വെച്ചാൽ വറചട്ടിയിൽ നിന്ന് തീക്കുണ്ടത്തിലേക്ക് എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു എൻ്റെ ഒരവസ്ഥ.
അത്രയും നീറിപ്പോഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും നീറ്റൽ അനുഭവിച്ച വർഷങ്ങൾ എനിക്കില്ലായിരുന്നു. ആ യൂട്യൂബ് തുടങ്ങുന്ന ആ സമയത്തൊക്കെ എൻ്റെ അത്രമാത്രം നീറിയ ഒരു സമയത്താണ്. ആ സമയത്ത് എനിക്ക് ദൈവം പല രൂപത്തിലും പല ഭാവത്തിലും ഭഗവാൻ അവതരിക്കുമെന്ന് പറഞ്ഞ പോണക്ക് ഓരോ മനുഷ്യരുടെ രൂപത്തിൽ ദൈവം ഓരോ രീതിയിലും എൻ്റെ ആപത്ത് സമയത്ത് എന്നെ ചേർത്ത് പിടിച്ചു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു നേട്ടം കിട്ടിയേക്കുന്നത് ഈ യൂട്യൂബിൽ നിന്ന് കേട്ടോ. എടുത്തെടുത്ത് പറയാം, ഞാൻ ഒത്തിരി പേരുകൾ പറയുന്നില്ല, കാരണം പേര് പറഞ്ഞാലും തീരത്തില്ല, അത്രയധികം. ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാലും ഒത്തിരി അധികം എന്നെ അറിയത്തില്ലാത്ത, എൻ്റെ ആരും അല്ലാത്ത, എന്നെ അറിയത്തില്ലാത്ത ഒത്തിരി പേര് എനിക്ക് കുറേ പേരുകൾ ഇട്ടു. എന്തൊക്കെ സമ്മാനങ്ങൾ തന്നത് എനിക്ക് അറിയത്തില്ല. എന്നെ അറിയത്തില്ലാത്തവരാന്ന് ഓർക്കണം. ഒരു നിമിഷമെങ്കിലും കാണുമോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒട്ടനവധി ആൾക്കാർ എന്നെ അതും ഇതുമൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു സങ്കടമോ വിഷമോ വേദനയോ ഒന്നും അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു ഇത് വന്നില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് എനിക്കൊരു രീതിയിലുള്ള അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും എൻ്റെ ചങ്ങിനകത്തൊരു വിഷമോ വേദനയോ ദൈവമേ എന്നാലും അതുകൊണ്ടോ. നമ്മൾ ഈ കമൻ്റൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു എത്രയാന്ന് പറഞ്ഞാലും മനസ്സിലൊരു നീരിൽ വരികയല്ലേ. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്ന മാതിരിയായിരിക്കും ഓരോ ഫോൺ കോളും ഓരോ മെസ്സേജുകളും ഒക്കെ എനിക്ക് വരുന്നത്. നിസ്സാര റോമിന്ന് ഞാൻ ഒരു ദിവസം എന്തിനോ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നാണെന്ന് ഞാൻ മറന്നുപോയി, വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പം എനിക്ക് റോമിന്ന് ഒരു സിസ്റ്റർ വിളിക്കുക, ലില്ലി സിസ്റ്റർ. സത്യം. എന്നിട്ട് വീഡിയോ കോളാ വിളിച്ചപ്പം സിസ്റ്റർ വിളിച്ചപ്പം ഞാൻ കരയുക. എന്തിനാ സിന്ധുമ്മ കരയുന്നതെന്നാ ഫസ്റ്റ് ചോദിച്ചത്. കരയരുത് കേട്ടോ, എന്തിനാ കരയുന്നേ, ഞങ്ങളൊക്കെ ഇല്ലേ, ജീവിതമല്ലേ ഇങ്ങനൊക്കെയാണ് എന്നും പറഞ്ഞ് ഇപ്പോഴും അതെൻ്റെ ചെവിക്കകത്ത് സിസ്റ്റർ പറഞ്ഞ വാക്കുകളും അതുകൊണ്ട് തന്നെ ആ ഫേസും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഓരോ രീതിയിലും അറിവുള്ളവർ, ഒത്തിരി 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 അറിവുള്ളവർ, അതുകൊണ്ട് തന്നെ കൊച്ചു കുഞ്ഞുങ്ങളാണേലും അതെ കേട്ടോ, നല്ല സ്നേഹത്തോടെ വിളിക്കുന്ന ഒത്തിരി പൊന്നു മക്കളെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ നിസ്സാരം ഞാൻ പറയട്ടെ, ഈ കുറച്ച് ദിവസമായിട്ട് എനിക്ക് യൂട്യൂബിൻ്റെ തമ്മിൽ സിന്ധുമേ അങ്ങനെ ഇടുക കേട്ടോ ഇങ്ങനെ ഇടുക കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോള് പറഞ്ഞു തരും. ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് അത് ദൈവം ഒരുക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അത് യൂട്യൂബിൽ നിന്ന് ശരിക്കും എനിക്ക് കിട്ടിയ നേട്ടങ്ങളിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല 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 ആൾക്കാരെ കിട്ടി. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല, ആരുടെയും വിട്ടുപോയാൽ പിന്നെ അവർക്ക് വിഷമമാകത്തില്ലേ. ഒത്തിരി ആൾക്കാരെ കിട്ടി. പിന്നെ ഏതൊരു നാട്ടിൽ ചെന്നാലും ഈ കല്ലെറിയുന്ന ടൈമിൽ പോലും എന്നെ എന്താ പറയുക, അത്രയും മോശമായിരുന്ന ടൈമിൽ പോലും ഞാൻ ഈ സിറ്റി കൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടൗണിൽ ഓരോ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോകുമല്ലോ. ശരിക്കും മനുഷ്യരെ നമ്മളെ നോക്കിയാൽ ദൈവമേ എന്നെയാണോ നോക്കുന്നത്, ഈശ്വര സത്യമായിട്ടും അങ്ങനെ പേടിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അവർ വേറെ വല്ലവരെ ആയിരിക്കും നോക്കുന്നത്. അങ്ങനെ വരെ ചാലക്കുടിയിലൊക്കെ നിന്ന് ബസ് സ്റ്റാൻഡിലൊക്കെ നിന്നപ്പോൾ ഒരു മോൾ ഓടി വന്ന് സിന്ധുമേ ഞാൻ ഇന്നോടത്ത് താമസിക്കുന്ന കേട്ടോ, തൊടുപുഴക്കാരിയോ അങ്ങോട്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഓരോരുത്തരും വന്ന് മിണ്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആരൊക്കെ താത്ത് കെട്ടാൻ നോക്കിയാലും ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തി ഉണ്ട് എന്നത് എനിക്കിതിൽ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കി തന്ന കാര്യമാണ് കേട്ടോ. ദൈവം ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ നിസാരം ഇൻഡോറൊക്കെ ചെന്നപ്പോഴും ഒരു ഡോക്ടർ, ഞാനൊരു ഇൻ്റർവ്യൂ പറയാം മായോ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറൊക്കെ അല്ലേ, നിങ്ങൾ കണ്ടതല്ലേ, എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ഓരോ രീതിയിലും ക്യാമറയിൽ ഒപ്പി നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ചില ഇതൊന്നും എനിക്ക് വായിക്കാൻ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഫുൾ ഇംഗ്ലീഷിലൊക്കെ വരുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങളെടുത്ത് ഇംഗ്ലീഷ് ആണെങ്കിലും മംഗ്ലീഷ് ആണെങ്കിലും അത്യാവശ്യം ഞാൻ വായിക്കാനും മനസ്സിലാക്കാനും അതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കാനും ഒക്കെ ഞാൻ പഠിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇതെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ആഗ്രഹിച്ചായിരുന്നു ദൈവം എൻ്റെ താലി മാല ഇടാൻ വേണ്ടിയിട്ട്. അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പിന്നെ യൂട്യൂബ് ചാനൽ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു എൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന മാലയും സാധനമൊക്കെ എനിക്ക് പെട്ടെന്ന് ഒരു നഷ്ടമായി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കറുത്ത മുത്തിൻ്റെ മാലയേ ഉള്ളായിരുന്നു എൻ്റെ കഴുത്തിൽ. ഒരു പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം നിങ്ങൾക്കൊക്കെ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ എനിക്കൊരു മാല കഴുത്തിടാൻ കിട്ടണം, കയ്യെ രണ്ടിലും ഓരോ വളയും കിട്ടണം ദൈവമേ. പക്ഷേ ദൈവം എൻ്റെ കാലേ വരെ സ്വർണം എനിക്ക് തന്നു. ശരിക്കും എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറയാം, യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ കൊയ്യാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല.
പക്ഷെ ഉമി തിന്ന് മണി നേടുന്ന അങ്ങനെ നമ്മൾ സ്വരുക്കൂട്ടി ഓരോ കുഞ്ഞ് പൈസയാണെങ്കിലും നമ്മൾ കൂട്ടി വെച്ചാലേ അത് കുന്നാവത്തുള്ളൂ. ഇടിച്ചിടിച്ചെടുത്താൽ അത് നികന്നു പോകും. ശരിയല്ലേ? അങ്ങനെ ഓരോന്നും സൂക്ഷിച്ചു വെച്ച് ഓരോ സാധനങ്ങൾ മേടിക്കാനും പിന്നെ ദൈവതുല്യരായിട്ടുള്ളവരെന്നെ ഓരോ രീതിയിൽ ഹെൽപ്പ് ചെയ്യാനും സ്വർണത്തിൻ്റെ രൂപത്തിലാണേലും ക്യാഷിൻ്റെ രൂപത്തിലാണേലും സ്നേഹത്തിൻ്റെ രൂപത്തിലാണേലും സമ്മാനങ്ങളായിട്ടാണേലും ഓരോ രീതിയിലും ചേർത്ത് പിടിക്കാനുമായിട്ട് ഒത്തിരി അധികം ആൾക്കാർ യൂട്യൂബിൽ നിന്ന് കിട്ടി. എനിക്കതൊക്കെയാണ് യൂട്യൂബ് ചാനലിൽ നിന്നുണ്ടായ കാര്യങ്ങൾ കേട്ടോ. അപ്പം എന്നാന്നറിയോ ഞാനിത് പറയാൻ കാര്യം, ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് കൂടെ എന്നോട് ഒരാൾ ചോദിച്ചു, സിന്ധുമേ ഞാൻ യൂട്യൂബ് തുടങ്ങി എന്നിട്ട് എൻ്റെ എന്നാന്ന് അറിയത്തില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കമൻ്റ് എടുത്ത് നോക്കി അറിയാം, ഞാൻ എന്നെ ഒന്ന് പിൻ ചെയ്യാവോ സിന്ധുമേ, എനിക്ക് ഇത്രയും കണ്ടേ ആയുള്ളൂ, ഇത്ര നാളായി ഞാൻ തുടങ്ങിയിട്ട് എന്നാന്ന് അറിയത്തില്ല, ഇത് എൻ്റെ ചാനൽ കയറി വരാത്തതെന്നൊക്കെ. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല, ദൈവത്താണ് എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ഈ യൂട്യൂബിനകത്ത് തന്നെ ഒരു 1-2 യൂട്യൂബ് ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ, ബ്ലോഗർമാരുണ്ട് ഇങ്ങനെ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. അതൊക്കെ തുടങ്ങിയ ഇടയ്ക്ക് ഞാൻ തച്ചിനിരുന്ന് കേട്ട് കണ്ട് മനസ്സിലാക്കിയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു പരിധി വരെ ഞാൻ പഠിച്ചത്. ഇപ്പം നല്ല ഐഫോൺ എടുത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ലായിരുന്നു. ഐഫോൺ എടുത്താൽ ഇരട്ടി പാടാ എന്നൊക്കെ എല്ലാവരും പറഞ്ഞതാ. പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാനത് എന്നെ പറ്റുന്ന രീതിയിൽ ചെയ്ത് പഠിച്ചു. കുറച്ചൊക്കെ പഠിക്കാനുണ്ട്, എങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചു. ഈ ചില മെസ്സേജുകൾ കേൾക്കുവേ, ഇപ്പം ഈ ഫോണിൽ കിടപ്പുണ്ടേ, സിന്ധുമയുടെ ഇത് കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. സിന്ധുമ ശരിക്കും ഒരു സൂപ്പർ ലേഡിയാണ്, ഈ സൂപ്പർ വുമണാണ്, എനിക്ക് എപ്പോഴും പ്രൗഡ് തോന്നാറുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും എൻ്റെ ഫോണിൽ ഓരോ പിള്ളേരെ അയച്ച മെസ്സേജുകൾ കിടപ്പുണ്ട്. ഈ 2 ദിവസം മുമ്പ് വരെ കൂടെ അയച്ച മെസ്സേജുകൾ കിടപ്പുണ്ട്. എന്നാന്നറിയോ, ഒരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാതെ ഞാൻ ഡ്രൈവിങ് പഠിച്ചു. ഒരിക്കലും നേടിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ യൂട്യൂബ് വന്നുകൊണ്ടാണ്. സത്യം, ഒരു സ്കൂട്ടി മേടിക്കാൻ പറ്റിയത് വന്നുകൊണ്ടാണ് എനിക്ക് വണ്ടി പഠിക്കാനായിട്ട്. അതൊക്കെ എന്നെ ഇങ്ങനെ ഉന്തി മരം കയറ്റുക എന്ന് പറഞ്ഞോണക്ക് എൻ്റെ ചേച്ചിക്കുട്ടി, അതാ ഞാൻ പറഞ്ഞ ദൈവം എനിക്ക് ഓരോ മനുഷ്യരെ ദൈവത്തിൻ്റെ രൂപത്തിൽ തന്നെന്ന്. ഉന്തി മരം കയറ്റുന്ന മാതിരി എൻ്റെ ചേച്ചിക്കുട്ടി, നീ പഠിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് ഈ ഇത്രാം വയസ്സിൽ വണ്ടി ഓടിക്കാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ഓടിക്കാൻ പറ്റിയല്ല, പഠിച്ചേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഒരു മോള് സിന്ധുമ്മയ്ക്ക് പറ്റും, പഠിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഒരു മോളും ആ ചേച്ചിക്കുട്ടി കൂടിയാണ് നിർബന്ധിച്ച് എന്നെ പഠിപ്പിച്ചത് കേട്ടോ. സത്യം, പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇപ്പം ഈ മിനിഞ്ഞാന്നും കൂടെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ശരിയല്ലേ, ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ ഞാനും ചിന്തിക്കും, സത്യമല്ലേ, ഒന്നും അല്ലാത്തടത്തുനിന്ന് ദൈവം എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചില്ലേ. അത് ഈ യൂട്യൂബിനകത്ത് വന്നിട്ടാണ്. ഈ 4 വർഷത്തെ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിനകത്ത് വന്നതിന് ശേഷമുള്ള ഒരു നേട്ടം തന്നെയാണ് കേട്ടോ. അപ്പം യൂട്യൂബ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ അത് നല്ല രീതിയിൽ നമ്മൾ ഇതാകാൻ നോക്കുക. പിന്നെ ഒരു പരിധി വരെ നമുക്ക് ഒത്തിരി ക്ഷമ വേണം. കാരണം നമ്മളെ അറിയത്തില്ലാത്തവരൊക്കെ ചിലപ്പോൾ നമ്മളെ മോശപ്പെടുത്തിയൊക്കെ പറയും. ഈ കഴിഞ്ഞ ദിവസം തന്നെ ആ സാരി ഇടാനൊക്കെ വന്നൊക്കെ വെള്ളം 1-2 കമൻസ് ഒക്കെ വന്നെന്ന് തോന്നുന്നു. ആനച്ചന്ത വന്നോ, ചിലവർക്കിപ്പം നിസ്സാരം ഒരു പെട്ടെന്ന് നമുക്കൊരു എന്നാ പറയുന്നത് ഈഗോ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ കൊണ്ടോ എന്നോ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കരഞ്ഞ് കാർക്ക് ഇരിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. പക്ഷേ നമുക്കൊരു ക്ഷമയും ഈ തീ കുരുത്തത് വെയിലത്ത് വാടുവോ, അതാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള കമൻസ് ഒക്കെ ഇടുന്നവരോട് എനിക്കിപ്പം സഹതാപം മാത്രമേ ഉള്ളൂ. സത്യം, അവരുടെ അത്രയും ടൈം കളഞ്ഞല്ലോ എന്ന് ഓർക്കും കേട്ടോ. അങ്ങനെ നമ്മളെ ഒന്നുകൂടെ കരുത്താർജിപ്പിക്കും നെഗറ്റീവ് കമൻസ് വരുമ്പോൾ. സത്യം, ഞാൻ ഏറ്റവും തളർന്നു നിന്ന സമയത്ത് നെഗറ്റീവ് വരുമ്പോഴാണ് എനിക്ക് ഒന്നിനൊന്നിന് ഊർജം കിട്ടിയത്, പോസിറ്റീവ് ആകാനായിട്ട് പറ്റിയത്. അപ്പം നമുക്കത് നേടിയെടുക്കണം, അങ്ങനെ തന്നെ പോകണം, ഇങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് തെളിയിച്ച് കാണിക്കണം. നമ്മൾ ആരാ, എന്താ, എങ്ങനെയാ എന്നുള്ളതെന്നുള്ളൊരു വാശി വരും മനസ്സിൽ. വാശിയുള്ളത് നല്ല ഒരു പരിധി വരെ അല്ലേ, ഓരോ കാര്യങ്ങൾ നേടി എടുക്കാനായിട്ട് വാശിയുള്ളതല്ല. ഇപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതിനെക്കാട്ടി എനിക്ക് 2 മാർക്ക് കൂടുതൽ മേടിക്കണം എന്നൊരു വാശിയോടെ പഠിക്കുന്ന, അപ്പം നല്ലതല്ലേ. ഒരു പരിധി വരെ ചില കാര്യങ്ങൾക്കൊക്കെ വാശി നല്ലതാണ്. എന്ന് വെച്ച് അല്ലാത്ത പല വാശിയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ ആണ് എൻ്റെ യൂട്യൂബിൻ്റെ ഇവിടെ വരെ കൊണ്ടെത്തിയത്. ഇപ്പം അല്ലാതെ പിന്നെ പ്രമോഷനോ കാര്യങ്ങളോ ആരെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നുമല്ല എനിക്ക് ഇപ്പം ഈ 10,75,000 പേരായിരിക്കുന്നത്. 1K ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം നടത്തി തരട്ടെ. ഇത്രയും വരെ കൊണ്ട് എത്തിച്ച ദൈവം ബാക്കിയും നടത്തട്ടെ. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കാറ് കേട്ടോ. അപ്പം ഇപ്പം തുടങ്ങിയേക്കുന്ന എന്നോട് കുറേ അധികം യൂട്യൂബ് കൊച്ചാൾക്കാരെന്ന് വെച്ചാൽ ഞാൻ വലിയ യൂട്യൂബർ ആണെന്നല്ല,
ഇപ്പം തുടങ്ങിയിട്ട് 2 വർഷമായിട്ടും ഒക്കെ 1000 ഒക്കെ ആയവരും ഒക്കെ എന്നോട് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ പറഞ്ഞത്, നമ്മളെ തളർത്താനായിട്ട് പലരും കാണും, പക്ഷെ നമ്മൾ തളരാതെ നിൽക്കണം. നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകാൻ പാടില്ല. അങ്ങനെ സ്ട്രോങ് ആയിട്ട് പവറായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കയറി വരാൻ പറ്റും, ഇന്നല്ലെങ്കിൽ നാളെ. ഉയർച്ച ദൈവം കുന്നിനൊരു കുഴി എന്ന് പറഞ്ഞോണക്ക് എന്നും നമ്മളെ ആരെയും ദൈവം ഇങ്ങനെ കഷ്ടതയിൽ ഇടത്തില്ലെന്നേ, ഇടത്തില്ല. നമ്മളെ സന്തോഷങ്ങൾ നമുക്ക് തരും. അതിന് ചില സംഭവം ഇച്ചിരി സമയം എടുക്കും. ചിലപ്പോൾ ഇച്ചിരി കുറേ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് കഴിഞ്ഞായിരിക്കും ദൈവം നമുക്ക് നല്ലത് തരുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലേ നല്ല അടിപൊളിയായിട്ടായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ ഒരു സാധാ ഒരു വീട്ടിലാണ് ജനിച്ചു വളർന്നതെങ്കിലും ഉള്ളതുകൊണ്ട് സന്തോഷം. ഓണം പോലെ എന്ന് പറഞ്ഞോണൊക്കെ അങ്ങനെയായിരുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞോണക്ക് അടിപൊളി സന്തോഷമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കുറേ കുഞ്ഞുങ്ങളെ നോക്കാൻ പോയി, കുറേ ടെൻഷനും കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞോ കല്യാണ ജീവിതം ആയപ്പോഴത്തേനും ഒത്തിരി വിഷമം, വേദനയും ദുഃഖങ്ങളും സങ്കടങ്ങളും, അതിനനുസരിച്ച് നമുക്ക് പക്വതയില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, പെൺപിള്ളേരെ നിങ്ങളൊക്കെ പഠിച്ച് മിടുക്കരായി 25-30 വയസ്സാകാതെ കല്യാണം കഴിക്കരുത്. ഒരു 28 വയസ്സെങ്കിലും ആയി കഴിഞ്ഞ് കല്യാണം കഴിക്കാവുള്ളൂ. അപ്പോഴേ നമുക്കൊരു പക്വതയും പാകതയും ഒക്കെ വരത്തുള്ളൂ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ച് ജോലി മേടിക്കണമെന്ന് ഞാൻ എല്ലാ പിള്ളേരോടും പറയും. കാരണം നമുക്ക് എന്തൊരു സാധനത്തിനാണേലും നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ ആരോടും ചോദിക്കണ്ടല്ലോ, നമുക്ക് സ്വന്തമായിട്ട് എന്ത് വേണം ചെയ്യത്തില്ലേ അല്ലേ? അപ്പം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ഇത്രയും ഇതെല്ലാം വ്യത്യാസങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. നിസാറേ ഇപ്പം മുടി കട്ട് ചെയ്തതാണേലും യൂട്യൂബ് ഉള്ളതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് യൂട്യൂബ് ചെയ്താലെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ ഒരു നല്ലൊരു ഇതിലോട്ടാക്കി മാറ്റും മനുഷ്യര്. നല്ല എന്നാ പറയുക, നല്ല മനസ്സുള്ളവർ കേട്ടോ. അങ്ങനെ അപ്പം എൻ്റെ ഒരു യൂട്യൂബ് ജേർണി ഇതൊക്കെയാണ്. അപ്പം നിങ്ങളും വിടാതെ ഉപേക്ഷിക്കാതെ വീഡിയോസ് ഇട്ടിട്ട് വരിക. പിന്നെ നിങ്ങൾക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവും, 1 മില്യനും 2 മില്യനും 10 മില്യനും ഒക്കെ ഉള്ളവർക്കുണ്ടല്ലോ ചിലപ്പോൾ 600, 700, 800 വീഡിയോസേ കാണത്തുള്ളൂ. ആ സമയത്ത് എൻ്റെ വീഡിയോസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വയ്യണ്ടോ? എനിക്ക് 75K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്കും എനിക്ക് എത്ര വീഡിയോ ആയിട്ടുണ്ടെന്നറിയോ? 2.7K വീഡിയോ. ആ സമയത്ത് 1 മില്യനൊക്കെ ഒക്കെ ഉള്ള 10 മില്യനൊക്കെ ഉള്ള 600 വീഡിയോസ് 700 വീഡിയോസേ ഉള്ളൂ. എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പൈസ കയറുമോ അങ്ങനെയൊന്നും നോക്കത്തില്ല. ഞാൻ കൃത്യമായിട്ടും എന്നെ പറ്റുന്നവർക്ക് കൃത്യനിഷ്ഠമായിട്ട് എങ്ങനെയെങ്കിലും ഇടാനായിട്ട് നോക്കും വീഡിയോസ്. അതുകൊണ്ട് എനിക്ക് എണ്ണം കൂടും. ചിലരൊക്കെ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇടത്തുള്ളൂ. കാരണം അവർക്ക് 1-2 വീഡിയോ ഇടല്ലോ അവർക്ക് ക്യാഷ് കയറും, അവരെ നോക്കിയിരിക്കുന്നവർ കാണും. പക്ഷെ നമ്മളങ്ങനെയല്ല. ഞാൻ എൻ്റെ ഒരു ജോലിന്ന് കരുതി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. അതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് ഇത്രയൊക്കെ ആകാൻ പറ്റിയത്. അപ്പം കൊച്ചു ചാനലുകാർ ഇത് ഉപേക്ഷിച്ച് കളയാനൊന്നും നിൽക്കണ്ട. നമുക്ക് വേറെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്നൊന്നും അല്ലല്ലോ, നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കുന്നല്ലേ, ഇതൊരു ജോലി തന്നെയല്ലേ. അതുകൊണ്ട് നിങ്ങളെപ്പോൾ ഉള്ളവരും എന്നും വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ഒക്കെ എന്നും ഇടാൻ ശ്രമിക്കുക കേട്ടോ. ഷോർട്ട് വീഡിയോസ് ഇടുവാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടും. അപ്പോൾ ഇതൊരു വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അവലോട്ടൂടെ ഇടിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.